ചേട്ടായി എന്താ പരിപാടി? നമുക്ക് ചൂണ്ടിടാൻ പോയല്ലോ. അലീഷ അമലാമ്മേ ചൂണ്ടിടാൻ പോയാലോ? ഏവാന് ചൂണ്ടിടാൻ പോയാലോ? സെറ്റ്. ചൂണ്ടയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോ കരിമീനെ വളയ്ക്കാനുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ചേട്ടായി. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. പോകുന്ന വഴിക്കുള്ള പ്രകൃതി ഭംഗി കുറച്ചൊക്കെ ഞാൻ ഒപ്പിയെടുത്തു. ചൂണ്ടയും തീറ്റയും മാത്രം പോരല്ലോ, അതിനുള്ള കൊടുത്തും ടങ്കീസൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ എത്തിയത് KSR അക്വാ വേൾഡിലാണ്. അടച്ചിട്ടിരുന്ന കട തുറപ്പിച്ചാണ് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയത്. എവിടെ പോയാലും ഫുഡ് മുഖ്യം ബിഗിലെന്ന് പറഞ്ഞാൽ അലീഷാമ്മയുടെ കയ്യിൽ തിന്നാനുള്ള കുറെ ഐറ്റംസ് ഇരിപ്പുണ്ട്. അവരിടയ്ക്കൊക്കെ ഫ്രണ്ട്സുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് കൊണ്ട് സ്പോട്ടൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചപ്പോൾ ഇനി മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മൈൻഡായിരുന്നു എനിക്ക്. എന്റെ വീഡിയോ എടുപ്പ് കണ്ടപ്പോ ബിൻസിമേനെ വീഡിയോ കോൾ ചെയ്യാന്ന് കരുതി എവാങ്കുട്ടന്റെ വക ഹായ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന ആദ്യത്തെ കുറേ സമയം ഞങ്ങളെക്കാൾ കൂടുതൽ ആസ്വദിച്ചത് എബൂട്ടനും എവാങ്കുട്ടനും. വേറൊന്നും അല്ലെന്നേ, ഈ വെള്ളത്തിൽ കാലിട്ടുള്ള ഇരിപ്പ്. മീൻ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ പോകുന്ന വഴക്കുണ്ടാക്കിയിരിക്കുമ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത്. മീനിനെ പിടിച്ച് അതും തീറ്റയൊന്നും ഇല്ലാതെ വന്നപ്പോ മുതൽ ഞാനും എബൂട്ടിനും മാറി മാറി തീറ്റ ഇട്ട് കൊടുക്കണപ്പോ പാവം മീനുകൾക്ക് സങ്കടം തോന്നിക്കാണും. അതുകൊണ്ടാകാം തീറ്റയില്ലാത്ത കുളത്തിൽ ഒന്ന് കൊത്തി നോക്കിയത്. എന്താണ് അളിയാ? ചേട്ടായിക്ക് മീൻ പിടുത്തം വെറും ഒരു ടൈം പാസ് മാത്രമല്ല കേട്ടോ, ആൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കും. ഈ പണിക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് ക്ഷമ. എത്ര സമയം പോയാലും ആ മീനിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. ചെന്നപ്പോ മുതൽ തീറ്റ കൊടുക്കുന്നതല്ലാണ്ട് മീനിനെ ഒന്നും കിട്ടാഞ്ഞോണ്ട് ഞാനും ആകെ സെഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംഭവിച്ചത്. ഇനിയും ചൂണ്ടയിടാൻ നമുക്ക് ഹോപ്പ് തരുന്ന മാതിരി എനിക്കും കിട്ടി ഒരെണ്ണം. അതും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പിടിക്കുന്നു. ആ ഒരെണ്ണം കിട്ടിയ എന്റെ അഹങ്കാരത്തിൽ പിന്നെ ഫുൾ ചൂണ്ടയിടിയിലായിരുന്നു. ഒരു 2-2.5 മണിക്കൂർ ഇരുന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. ഇത്രയും മീനുകളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. വലുതെല്ലാം തന്നെ ചേട്ടായുടെ കോൺട്രിബ്യൂഷൻ ആണ്. ആ ഏറ്റവും ചെറുത് എന്റെ എബൂട്ടന്റെ. മീൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ആദ്യം വിളിച്ചു പറഞ്ഞ ആലീസാന്റിനെ കേട്ടോ, നിങ്ങൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇന്ന് കരിമീനുമായിട്ട് വീട്ടിൽ കയറുള്ളെന്ന് വീരവാദം മുഴക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഫൈനലി വി ഡിഡ് ഇറ്റ് ഗൈസ്. ഇവിടെ വെച്ച് മീനൊക്കെ കുറേ കരിമീനുമായിട്ട് നമ്മൾ പോകുന്നു. ടാറ്റ കൊടുക്ക്.